2026 എസ് ഡിയുടെ ഏറ്റവും പുതിയ സ്ക്രാംബ്ലർ മോഡലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,99,000 രൂപയ്ക്കാണ്. 4 കളർ വേരിയൻസ് അവൈലബിൾ ആണ്. അപ്പോൾ 4 വേരിയൻസിനും ഡിഫറെൻറ്റ് പ്രൈസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2,09,000 രൂപയാണ്. അപ്പം ഓവറോൾ ഇതിൻ്റെ ലുക്ക് വൈസ് നല്ല കളർ സ്കീമാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ പ്രധാനമായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു എൻജിൻ സൈഡാണ്. നമുക്ക് ഈ ഒരു ബ്രാസ് കോട്ടഡ് സ്റ്റൈലിലുള്ള ഒരു കളർ ഫിനിഷ് ഇവിടെ കാണാൻ പറ്റും. സോ നമുക്കിതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 334cc ലിക്വിഡ് കൂൾഡ് DOHC തന്നെയാണ് എഞ്ചിനാണ് വരുന്നത്. സോ നമുക്ക് മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടുന്നത് 30 PS ആണ്. 30 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവറോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടോർക്ക് കർവ് ആണ് ഈ ഒരു എഞ്ചിനിൽ എന്നാണ് SD പറയുന്നത്. അതുപോലെ നമുക്ക് വണ്ടി കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട്. അതുപോലെ ഹീറ്റ് മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അത് നമുക്ക് ടെസ്റ്റ് റൈഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിപ്ലൈ പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. കറ്റാർ എന്ന് പറയുന്ന ആ ഒരു ലോഗോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റി അവർ കേസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒരു സം ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഡിസൈൻ കുറച്ചുകൂടെ ഒരു ചെറിയ തോതിലൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്ക്രാംബ്ലർ എന്ന് പറയുന്ന ഒരു ലോഗോ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു പാനലൊക്കെ വന്നിട്ടുണ്ട്. ഒരു ട്രോഫി മോഡൽ 16 എന്ന് പറയുന്ന ലോഗോയും ആ ഒരു ഫീല്, ആ ഒരു പാനലൊക്കെ കുറച്ചുകൂടെ ഒരു സ്ക്രാംബ്ലർ സ്റ്റൈലിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് റേഡിയേറ്റർ ഗാർഡും ഒക്കെ സ്റ്റൈലിഷായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. SD-യുടെ ഒരു ചെറിയ ലോഗോ ഇവിടെ കാണാം. നല്ലൊരു ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട്. LED യൂണിറ്റ്സ് പഴയ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സെറ്റപ്പ്, വളരെ ചെറിയ തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ കാണാം. പിന്നെ ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോളുണ്ട്. നമുക്ക് പഴയ പോലെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 3 റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. നമുക്കിവിടെ സ്വിച്ചസ് ടഗിൾ ചെയ്യാനുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കാം. 813 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. എനിക്ക് പക്ക പ്ലാന്റഡ് ഫുട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ MM-ൻ്റെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഓക്കെയാണ്. അപ്പോൾ ഒരു 5.10 ഉള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ സീറ്റ് ഒരു സെമി ഹാർഡർ സൈഡിലാണ്. പക്ഷേ ഹാൻഡിൽ ബാർ നല്ല വൈഡാണ്. ഒരു എന്താ പറയുക, അപ്രൈറ്റ് പൊസിഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് ഫുഡ് പെഗിൻ്റെ പൊസിഷൻ ഒരു സെമി റിയർ സെറ്റാണ്. നമുക്കൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു ഫീലാണ് ഞാൻ ഇതിൻ്റെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കുഷ്യൻ്റെ കാര്യം പറയുമ്പം നമുക്ക് സിംഗിൾ സീറ്റാണ് വരുന്നത്. കുറച്ച് നാരോ ആണ് ഇവിടെ, പക്ഷേ കുറച്ചൊരു ഹാർഡർ സൈഡിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കുറച്ച് ഡിഫറെൻ്റ് ആണ് പഴയ മോഡലിൽ നിന്നും. ഓവറോൾ ഇതിൻ്റെ ലുക്ക് വൈസ്, ക്വാളിറ്റി വൈസ് ഒക്കെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറച്ചുകൂടെ ബെറ്റർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 3 റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. റൈഡ് മോഡിൽ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കുറച്ചും കൂടെ പവറിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചുകൂടെ കുറച്ചിട്ടാണ് റൈഡ് മോഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി മോഡുകളിൽ കുറച്ചുകൂടെ പവറുണ്ട്. പിന്നെ നമുക്ക് റൈഡ് മോഡുകൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ ABS വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ത്രോട്ടിൽ റെസ്പോൺസിലും ചെറിയ പവറിൽ മാറ്റം വരുന്നുണ്ട്. അതായത് നമ്മൾ റെയിൻ മോഡാണെങ്കിൽ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അധികം പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിൽ ഫീൽ ചെയ്യത്തില്ല. അതുപോലെ ABS സെൻസ് ചെയ്യുന്ന വിധവും റെയിൻ മോഡിൽ നമുക്ക് കുറച്ചുകൂടെ ഗ്രാജുവലായിട്ടായിരിക്കും. വളരെ സേഫ്റ്റി സൈഡ് നോക്കിയിട്ടാണ് അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. 320 mm-ൻ്റെ ഒരു ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ബൈബ്രയുടെ ഫ്ലോട്ടിംഗ് പിസ്റ്റൺ കാലിപ്പേഴ്സാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് 19 ഇഞ്ച് വീൽസാണ്, സ്പോക്ക് വീലാണ്, ട്യൂബ് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. നല്ല വലുപ്പമുള്ള ടയേഴ്സാണ്. അതുപോലെ ഡ്യുവൽ പർപ്പസ് ടയറാണ്. ഇതിൻ്റെ ഒരു പാറ്റേൺ, ഗ്രിപ്പ് പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബീക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ റിയർ ടയർ സൈസ്, വീൽ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17 ഇഞ്ച് സ്പോക്ഡ് വീലാണ് വന്നിരിക്കുന്നത്. 140 സെക്ഷൻ ഡ്യുവൽ പർപ്പസ് ടയറാണ് റിയറിൽ വന്നിരിക്കുന്നത്. പിന്നെ റിയർ ഷോക്ക് എന്ന് പറയുന്നത് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് വന്നിരിക്കുന്നത്. 240 mm ആണ് റിയറിലെ ഡിസ്ക് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ DB കില്ലർ റിമൂവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സൗണ്ട് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ കീ. പഴയ SD-യിൽ വന്നിരിക്കുന്ന അതേ മോഡൽ കീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ഒരു ടെസ്റ്റ് റൈഡ് വീഡിയോ നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. പ്രോപ്പറായിട്ടുള്ള നമുക്കിത് വണ്ടി കുറച്ച് ദിവസം കയ്യിൽ വയ്ക്കാൻ തരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ, റൈഡിങ് ഫീൽ എങ്ങനെയാണെന്നുള്ളത്
തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പിടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ.